നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ട്. വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് വിട. അന്ത്യം. 92-ാം വയസ്സിൽ വിടവാങ്ങിയത് ലോക സംഗീതത്തിലെ വിസ്മയം. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ജീവനൊടുക്കിയ നിതിൻ രാജ് നേരിട്ടത് അതിക്രൂരമായ അധിക്ഷേപം. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമെന്ന നിതിന്റെ ശബ്ദരേഖ പുറത്തു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്നു ഇല്ല, സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷമ്മ പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. തെരുവ് പട്ടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന് നിതിന്റെ സഹോദരി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കുടുംബം. നിതിന്റെ സംസ്കാരം അല്പസമയത്തിനകം. ഇസ്ലാമാബാദിൽ നടന്ന US ഇറാൻ ചർച്ചകൾ പരാജയം. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്ന് JD വാൻസ്. ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയെന്ന് വിശദീകരണം. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാൻ. വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് പാകിസ്ഥാൻ. സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് CPM-ന്റെ വിലയിരുത്തൽ. കോഴിക്കോട് 3 സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കും. മലപ്പുറത്ത് പ്രതീക്ഷിക്കുന്നത് പൊന്നാനിയും തവനൂരും. പാലായിൽ ജോസ് കെ മാണി ജയിക്കുമെന്നും വിലയിരുത്തൽ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടരുന്നു. തുടർ ഭരണം ഉറപ്പെന്ന് മുഹമ്മദ് റിയാസ്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിലക്കിട്ട് ഹൈക്കമാൻഡ്. ഇപ്പോഴത്തെ ചർച്ചകൾ അനവസരത്തിലുള്ളത്. പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പവും അവമതിപ്പും ഉണ്ടാക്കുമെന്ന് നേതൃത്വം. എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രി വേണമെന്ന മുഹമ്മദ് ഷിയാസിന്റെ നിലപാട് തള്ളി കെ ബാബു. കോൺഗ്രസ് പാർട്ടിയുടെ തലപ്പത്ത് ഫ്രോഡുകൾ പിടിമുറുക്കിയിട്ടുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. വോട്ടെണ്ണലിന് ശേഷം എല്ലാം തുറന്നു പറയും. തനിക്കും VM സുധീരനും നിരവധി രഹസ്യങ്ങൾ അറിയാമെന്ന് ഉണ്ണിത്താൻ ന്യൂസ് 18നോട്. $3 ലക്ഷം തട്ടിയെടുത്തെന്ന കേസിൽ ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറെന്ന് കൊച്ചി മേയർ VK മിനിമോൾ. ആരോപണത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമെന്ന് മേയർ ന്യൂസ് 18നോട്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനൊക്കെ ഇതുപോലത്തെ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. 2-3 പ്രാവശ്യം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നേരിടാനും തയ്യാറാണ്. കൊച്ചി മെട്രോയ്ക്ക് അപകട ഭീഷണി. എളംകുളം മെട്രോ സ്റ്റേഷനിലെ തൂണുകളിലെയും ബീമുകളിലെയും കോൺക്രീറ്റ് ഇളകിയ നിലയിൽ. കോൺക്രീറ്റ് പാളികൾ വീഴാതിരിക്കാൻ കെട്ടിവെച്ചിരിക്കുന്നത് ചാക്കും വലയും കയറും കൊണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ഹണി M വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ. മറ്റ് 4 ജില്ലാ ജഡ്ജിമാരെ കൂടി ഹൈക്കോടതി ജഡ്ജിയാക്കണമെന്നും കൊളീജിയം. എറണാകുളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ സഹോദരന്മാർ പിടിയിൽ. പോലീസ് വാഹനം നശിപ്പിച്ചതിന് പ്രതികൾക്കെതിരെ PDPP ആക്ട് ചുമത്തി. പ്രതി ജിൻഡോ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാൾ. പോലീസിനെ ആക്രമിച്ചത് നോർത്ത് പാലത്തിൽ സംശയാസ്പദമായി കണ്ടത് ചോദ്യം ചെയ്തപ്പോൾ. ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷുമായി പോലീസ് കേരളത്തിലേക്ക്. പ്രതിയെ പിടികൂടിയത് മുംബൈയിൽ നിന്ന്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഡിസംബറിൽ. വാർത്തയിലേക്ക് വിശദമായി. വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് വിട. 92-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോക സംഗീതത്തിലെ വിസ്മയമാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സജിത്ത്, എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ ഭോസ്ലെയുടെ വിയോഗം അത്
ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആശാ ഭോസ്ലെയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ മുംബൈയിലെ ബീച്ച് ക്യാൻഡി ആശുപത്രിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് കുടുംബാംഗങ്ങൾ മരണവിവരം ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിച്ചത്. അവരുടെ മകൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ശ്വാസകോശ അണുബാധയാണ് മരണകാരണമായി മാറിയത്. ഗുരുതരാവസ്ഥയിലായിരുന്നു പോയത്. ആശാ ഭോസ്ലെ ഓർത്തെടുക്കുമ്പോൾ നമുക്കറിയാം, ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ് ആശാ ഭോസ്ലെ. അതേ, ലതാ മങ്കേഷ്കർ സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഇവർ പിന്നീട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സിനിമയിൽ അവസരങ്ങളൊക്കെ കിട്ടാൻ ഏറെ പാടുപെട്ടിരുന്നു. പക്ഷേ പിന്നീട് സഹോദരിയെയും മറികടക്കുന്ന രീതിയിലേക്ക് സംഗീത രംഗത്തേക്ക്, പിന്നണി ഗാനരംഗത്തേക്ക് കുതിച്ചുയർന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. 1943 ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പം ഉയരുന്ന ഒരു കലാജീവിതമാണ് അവർക്കുണ്ടായത്. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീൻനാഥ് മങ്കേഷ്കറുടെ മകളായി ഒരു കുങ്കിണി കുടുംബത്തിൽ അവരുടെ ജനനം. പിന്നീട് മലയാളത്തിലടക്കം അവരുടെ സിനിമ സംഗീത രംഗത്തെ സംഭാവനകൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട്. ഇതിനകം തന്നെ 12,000-ലധികം ഗാനങ്ങളാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ആശാ ഭോസ്ലെയെ ഓർത്തെടുക്കാം. നമുക്കറിയാം, ആശാ ഭോസ്ലെയുടെ ഗാനങ്ങൾ ഇപ്പം ഹിന്ദിയിലെ ഗാനങ്ങൾ പോലും മലയാളികൾക്ക് പോലും ഏറെ സുപരിചിതമായ നിരവധി ഗാനങ്ങൾ ആശാ ഭോസ്ലെയുടെ ശബ്ദത്തിലൂടെ ആസ്വദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആശാ ഭോസ്ലെയുടെ വിയോഗം ആ തരത്തിൽ തന്നെ വലിയ നഷ്ടമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നിരവധി പുരസ്കാരങ്ങൾ, ദേശീയ അവാർഡ് പലതവണ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡടക്കം പലതവണ നേടിയിട്ടുള്ളതാണ്. ഒപ്പം 2000 ഇവർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബംഗാബിഭൂഷൺ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ആശാ ഭോസ്ലെയുടെ വിയോഗം എല്ലാ അർത്ഥത്തിലും വലിയ നഷ്ടമാണ്. അല്പസമയം മുമ്പാണ് വിയോഗ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. മുംബൈയിലെ ബീച്ച് ക്യാൻഡി ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യനില വഷളായി ചികിത്സയിലായിരുന്നു, അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു. അല്പസമയം മുമ്പാണ് അന്ത്യം സ്ഥിരീകരിക്കുന്നത്. തീർച്ചയായും നെഞ്ചിൽ അണുബാധയെ തുടർന്നാണ് ആശാ ഭോസ്ലെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ മുതൽ തന്നെ അവരുടെ ആരോഗ്യത്തിനായി എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. കുടുംബവും അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. 92-ാമത്തെ വയസ്സിലാണ് ആ വിടവാങ്ങൽ സംഭവിക്കുന്നത്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഏതാണ്ട് 20 ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സജീവ് വാര്യർ കൂടി ചേരുകയാണ്. സജീവ് വാര്യർ, ഏതാണ്ട് 12,000-ലധികം ഗാനങ്ങൾ അവരുടെ ശബ്ദത്തിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ ഇന്ത്യൻ ഗായിക എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ. ചേച്ചിയുടെ സഹോദരി ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സമയത്താണ് അവർ പിന്നണി ഗാന രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെക്കുന്നത്. അവിടെ നിന്ന് പിന്നീട് നേട്ടങ്ങളുടെ തുടക്കമായി അത് മാറുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് ആശാ ഭോസ്ലെ ബാക്കി വെക്കുന്നത്? രേണുക 10-ാം വയസ്സിൽ സംഗീത ജീവിതം ആരംഭിച്ച ഒരു ഗായികയാണ്. അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ഏറ്റവും മുതിർന്ന സഹോദരിയായിട്ടുള്ള വളരെ പ്രശസ്തയായിട്ടുള്ള ലതാ മങ്കേഷ്കറുടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് ആശാ ഭോസ്ലെ. പക്ഷെ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണനയോ വേണ്ടി വന്നിട്ടില്ല ആശാ ഭോസ്ലെക്ക്. കാരണം അവർ അവരുടേതായ ശൈലി സ്വയം രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഗായികയാണ്. സ്വന്തമായ തീരുമാനങ്ങൾ സ്വയം എടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ 92-ാമത്തെ വയസ്സിലാണ് അവർ അന്തരിക്കുന്നത്. 1933 അവരുടെ ജനനം. 43 അവർ ആദ്യ ഗാനം ആലേഖനം ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ 10-ാം വയസ്സിൽ കളിച്ചു നടക്കേണ്ട പ്രായത്തിലാണ് അവർ ഈ ഏറ്റവും ഔദ്യോഗികമായി ഗായിക എന്ന പ്ലേബാക്ക് സിംഗർ എന്ന നിലയിലേക്ക് വരുന്നത്. പിന്നീട് വിവിധ ഭാഷകളിലായി അവർ ഗാനങ്ങൾ ആലപിച്ചു. മലയാളത്തിലും ആലപിച്ചിട്ടുണ്ട്.
R.D. ബർമൻ പിന്നെ ജീവിത പങ്കാളിയായി മാറിയപ്പോഴും അതൊന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബന്ധങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. അവരുടെ കഴിവ് തന്നെയായിരുന്നു പ്രധാനം. വിവിധ ഭാഷകളിൽ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അവർ ആ ഭാഷയുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് പാടാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മലയാളത്തിലെ സ്വയംവര, ശുഭദിന തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ ഉണ്ട്. വളരെ ചുരുക്കം പാട്ടുകൾ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. എങ്കിൽ പോലും അതെല്ലാം തന്നെ അവർ മനോഹരമായി ആലപിച്ചു. ഹിന്ദിയിൽ ഒട്ടേറെ പാട്ടുകളുണ്ട്. 12,000-ൽ-അധികം പാട്ടുകൾ ഉണ്ട് എന്നാണ് കണക്ക്. ഒരുപക്ഷെ കണക്കുകൾ കൃത്യമാകണമെന്നില്ല. എന്നാൽ പോലും 12,000-ന്-അപ്പുറം ഗാനങ്ങളുണ്ട്. ഭാഷകൾ വിവിധ ഭാഷകളാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അവർ ഗാനങ്ങൾ ആലപിച്ച് കഴിഞ്ഞിരുന്നു. അവരുടെ ഏറ്റവും വീക്കായിട്ടുള്ള ഏറ്റവും ഉയർന്ന രീതിയിൽ അവരുടെ പ്രശസ്തി വന്നിരുന്നത് ലേറ്റ്, അതായത് 60-കളും 70-കൾക്കും 80-കളുടെയും സമയത്താണ്. പിന്നീട് ഗാനങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. എങ്കിൽ പോലും അവരുടെ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഇന്ത്യയിലെ ഗാനാസ്വാദകർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. രേണുക, തീർച്ചയായും ലോകത്തെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തതിന്റെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലും സ്വന്തമാക്കിയിട്ടുള്ള ഗായികയാണ് ആശാ ഭോസ്ലെ. പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആശാ ഭോസ്ലെ ഇപ്പോൾ മടങ്ങുന്നത്. ഏതാണ്ട് 12,000-ഓളം ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ട് ഏതാണ്ട് 20 ഭാഷയിലധികം അവർ ഗാനങ്ങൾ ആലപിച്ചു. അങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതമാണ് അവസാനിക്കുന്നത്. പ്രഗത്ഭരായ നിരവധി സംഗീത സംവിധായകർക്കൊപ്പം അല്ലെങ്കിൽ എല്ലാ സംഗീത സംവിധായകർക്കുമൊപ്പം ഗാനം ആലപിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ കൂടി നമ്മൾ കാണണം. ഗ്രാമിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ ഗായിക എന്ന പ്രത്യേകത കൂടിയുണ്ട്. ദാദാ സാഹിബ് ഫാൽക്കെ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നൽകിക്കൊണ്ടാണ് രാജ്യം ആദരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഗായിക ഗായത്രി നമുക്കൊപ്പം ചേരുകയാണ്. നിങ്ങളെയൊക്കെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. ആശാ ഭോസ്ലെ കഴിഞ്ഞ ദിവസം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ മുതൽ തന്നെ വലിയ പ്രാർത്ഥനയിലും മറ്റുമായിരുന്നു ആരാധകർ എല്ലാം തന്നെ. എങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ ഉൾക്കൊള്ളുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം എന്താ വെച്ചാൽ ഒരു കണക്കിന് ആശാജി വളരെ ലക്കിയാണ്. കാരണം എന്താ വെച്ചാൽ ടുവേർഡ്സ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഹർ ലൈഫ് വരെ ആശാജി വളരെ ആക്റ്റീവ് ആയിരുന്നു. TV അപ്പിയറൻസസ്, ഈവൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയധികം ലോഞ്ചിവിറ്റിയോടുകൂടി പാടിയ സിംഗേഴ്സ് വളരെ അപൂർവമാണ്. അതായത് 1 year മുമ്പ് തന്നെ ആശാജി ലൈവ് നടത്തിയിരുന്നു. അതന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം നമുക്കറിയാലോ, ഞങ്ങളെ പോലുള്ള സിംഗേഴ്സിന് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഓഫ് പ്ലേബാക്ക് സിംഗിങ് എന്ന് പറയുന്നത് ലതാജിയും ആശാജിയാണ്. അപ്പൊ ഇവര് ടൈമിനെ തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം, ഒരു പെർട്ടിക്കുലർ സ്റ്റൈൽ ഓഫ് സിംഗിങ്. ഈ ഒരു റെഫറൻസ് പോയിന്റ് ഇല്ലെങ്കിൽ ഇന്ത്യൻ ഫീമെയിൽ പ്ലേബാക്ക് ഇപ്പോൾ ഉള്ളൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യില്ലായിരുന്നു. അപ്പം ഷി വാസ്, അത് മാത്രമല്ല ഇത്ര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗർ. നാട്യസംഗീതം തുടങ്ങി, ഗസൽസ് തുടങ്ങി, പ്ലേബാക്ക് തുടങ്ങി, ഭജൻസ് തുടങ്ങി, പെപ്പി സോങ്സ്, ഡിസ്കോ സോങ്സ് വരെ ഇത്ര അനായാസമായിട്ട് ജോൺറ മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അൺബിലീവബിൾ. ഇത്ര ഒരു ജീനിയസ് ഇന്ത്യൻ മ്യൂസിക്കിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അപ്പം ആശാജിയുടെ ആത്മാവിന് നിത്യശാന്തി. എന്നെ പോലുള്ള, നമ്മളെ പോലുള്ള മില്യൺസ് ആയിട്ടുള്ള സിംഗേഴ്സിന് ഇൻസ്പിറേഷൻ തന്നതിലും ഒരുപാട് നന്ദി. പിന്നെ നമുക്ക് കേരളത്തിലെ യേശുദാസ് അവാർഡും ആശാജിക്ക് കൊടുത്തിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ആശാജിയുടെ ഒപ്പം ബാക്ക് സ്റ്റേജിൽ ഇരിക്കാൻ പറ്റുക, ആശാജിയുടെ മുമ്പിൽ ആശാജിയുടെ ഡുവറ്റ് പാടാൻ പറ്റുക എന്നുള്ളത് അത് എപ്പോഴും ഒരു ഹ്യൂജ്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ്സ് ഓഫ് മൈ ലൈഫ് ആയിരിക്കും. തീർച്ചയായും അങ്ങനെ വ്യക്തിപരമായി കൂടി വലിയ നഷ്ടം ആണ്. നോക്കൂ, ഒരു ഗായിക എന്ന നിലയിൽ ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, പല ജോണറിലുള്ള ഗാനങ്ങൾ അനായാസേന കൈകാര്യം ചെയ്ത ആശാജിയെക്കുറിച്ച്. അപ്പോൾ എന്താണ് ഒരു ഗായിക എന്ന നിലയിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഘടകം ആശാ ഭോസ്ലെയിൽ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് എങ്ങനെ ഒരു വോയിസിനെ മോൾഡ് ചെയ്ത് എത്ര ഫ്ലെക്സിബിൾ ആയിട്ട് എങ്ങനെ വരെ പാടാം എന്നുള്ളത് ഏത് സ്കെയിലിലും. ഇപ്പൊ ഉംറാവു ജാനിലെ ഗസൽസ് എടുക്കുകയാണെങ്കിൽ ദിൽ ചീസ് ക്യാ ഹേ, ഇൻ ആഖോ കി മസ്തി, ഇതൊക്കെ വളരെ ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗസൽസ് ആണ്. ഇതേ ഗായിക തന്നെയാണ് നെക്സ്റ്റ് ഡേ
അജ അജ എന്നുള്ള പാടുന്നത്. അപ്പൊ അത് പാടുമ്പം ഈ ഗസൽ പാടുന്ന ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ് പാടുന്നത്. അപ്പൊ ഒരു വോക്കൽ കാമിലിയോൺ എന്ന് തന്നെ പറയാം. അതായത് അതുമായിട്ട് ഒരു ക്രേസി വേഴ്സറ്റൈലിറ്റി ആൻഡ് ജീനിയസ് ലെവൽ ടാലന്റ് ആണ്. അപ്പോ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. അതായത് ഒരു മോൾഡിൽ മാത്രം നിൽക്കാതെ, എന്നാൽ ആ ഒരു മോൾഡില്, അതായത് ഇപ്പൊ ഗുലാം അലി സാഹിബിന്റെ ഒപ്പം ഉള്ള ഗസൽസ്, ഗയേ ദിനോക്ക അല്ലെങ്കിൽ നൈന തൂസേലാഗി, സലോന സസജൻ, ഈ ഗസൽസ് പാടുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്ലാസിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഗസൽസ് തുടങ്ങി ഡിസ്കോ സോങ്സ് വരെ പാടുക. അത് ഏത് സ്കെയിലിൽ പാടുക, ലോ സ്കെയിലിൽ പാടുക, ഹൈ സ്കെയിലിൽ പാടുക. 89 ഇയേഴ്സിൽ ഒരു ഫുൾ ആശാ ഭോസ്ലെ ലൈവ് കോൺസേർട്ട് നടത്തുക എന്നുള്ളത്, ആ ലോഞ്ചിവിറ്റി എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആശാജി തന്നെ ആശാജിയുടെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് 12 മണി വരെ 1 മണി വരെയൊക്കെ രാത്രി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രാക്ടീസും റിയാസും കാരണമാണ് വോക്കൽ സ്റ്റാമിനയ്ക്ക് ഇത്ര ലോഞ്ചിവിറ്റി ഉള്ളത്. അപ്പം അത്രയധികം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ അത് തന്നെ. ശരി, വളരെ നന്ദി ഗായത്രി. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, എങ്ങനെ ഇൻസ്പയർ ചെയ്തു ആശാ ഭോസ്ലെ എന്നത് പറയുകയായിരുന്നു ഗായത്രി. ഇപ്പോൾ നമുക്കൊപ്പം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൂടി ചേരുകയാണ്. ശ്രീ കൈതപ്രം, എങ്ങനെയാണ് ആശാ ഭോസ്ലെയുടെ ഈ വിയോഗ വാർത്ത താങ്കൾ ഉൾക്കൊള്ളുന്നത്? സർ, കേൾക്കാമോ? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം അല്പസമയത്തിനകം നമ്മളോട് സംസാരിക്കും. വലിയ നഷ്ടമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ എന്ന് പറയാം ആശാ ഭോസ്ലെയുടെ വിയോഗം. 92-ാം വയസ്സിലാണ് ആശാ ഭോസ്ലെയുടെ വിയോഗം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കുറച്ച് നാളായി അവരെ അലട്ടിയിരുന്നു. അപ്പോൾ പോലും നേരത്തെ ഗായത്രി സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1 വർഷം മുൻപ് വരെ പോലും പല തരത്തിൽ വേദികളിൽ ഒക്കെ സജീവമായി നിന്നിരുന്നു ആശാ ഭോസ്ലെ. ഇപ്പോൾ ആ വിയോഗം വലിയ വിടവ് സൃഷ്ടിക്കുകയാണ്. 20 ഭാഷകളിലായി 12,000-ഓളം ഗാനങ്ങൾ ബാക്കിയാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. രാജ്യം പത്മവിഭൂഷൺ, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഉൾപ്പെടെ നൽകി ആദരിച്ച വ്യക്തിയാണ്. ഇപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ്. ആശാ ഭോസ്ലെയുടെ വിയോഗ വാർത്ത താങ്കൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ഫോൺ വീണ്ടും കട്ടായിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരാം അദ്ദേഹത്തിലേക്ക്. സജീവ് വാര്യർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സജീവ്, നേരത്തെ ഗായത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല തരത്തിലുള്ള ഗാനങ്ങൾ അത് അനായാസേന കൈകാര്യം ചെയ്യാൻ ഉള്ള പ്രത്യേക വൈദഗ്ധ്യമാണ് ആശാ ഭോസ്ലെയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. ഏത് ജോണറിലുള്ള ഗാനവും കൈകാര്യം ചെയ്യാനുള്ള ആശാ ഭോസ്ലെയുടെ ആ വഴക്കം അതെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്? പുതുതലമുറകൾക്ക് എങ്ങനെയാണത് പ്രചോദനമായിട്ടുള്ളത്? രേണുക നേരത്തെ ഗായത്രി പറഞ്ഞ പോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റൈലിലുള്ള ഏത് ശൈലിയിലുള്ള ഗാനങ്ങളും വഴങ്ങും എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രയേറെ പാട്ടുകൾ ഈ ജീവിത കാലയളവിൽ പാടി തീർക്കാൻ സാധിച്ചത്. അതും പാടി തീർക്കുകയായിരുന്നില്ല, മനോഹരമായി അത് ആലേഖനം ചെയ്തു വെക്കുകയായിരുന്നു. ഈ പറഞ്ഞ പോലെ അവർക്ക് നാഷണൽ അവാർഡ്സ് കിട്ടിയതിന് പുറമെ വളരെ ആദരവോടെ നൽകുന്ന, അല്ലെങ്കിൽ വലിയ ആളുകളെല്ലാം കൊതിക്കുന്ന ഫിലിംഫെയർ അവാർഡ് അടക്കമുള്ള അവാർഡുകൾ 9 തവണയാണ് അവർക്ക് ലഭിച്ചത് എന്നോർക്കണം. അതുപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് അവാർഡ് 18 തവണ സമ്മാനിച്ച വ്യക്തിയാണ്, സിംഗറാണ് അവർ. അവരുടെ ഫിലിംഫെയർ അവാർഡ്സ് ഏറ്റവും നല്ല മികച്ച പ്ലേബാക്ക് സിംഗറിനുള്ള ഫിലിംഫെയർ അവാർഡ് ഒരു കാലത്ത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ട ഒന്നായിരുന്നു. മുംബൈയിൽ വലിയ വേദികളിൽ നടക്കുന്ന ചടങ്ങുകളിലാണത് നൽകിക്കൊണ്ടിരുന്നത്. വിവിധ ഭാഷകളിൽ പാടി എന്നുള്ളത് വിവിധ ഭാഷകളിലും അവർക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഹിന്ദിയിൽ ഉള്ളത് അപ്പുറം മറാഠിയിലും ബംഗാളിയിലുമെല്ലാം തന്നെ അവർക്ക് അവാർഡുകൾ ലഭിച്ചു. അത് കൂടാതെ വിവിധ ഏരിയകളിൽ പോയി, അതായത് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി അവർ ഗാനങ്ങൾ ആലേഖനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്രയേറെ യാത്ര ചെയ്ത് വിവിധ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിലാണ് അവർ പാടിക്കൊണ്ടിരുന്നത്. എല്ലായിടത്തും അവരുടെ
അവരുടെ യാത്ര തന്നെ അവരുടെ ജീവിതയാത്ര തന്നെ ജീവിതത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് പറയാം. കാരണം അവർ നേരത്തെ ഗായത്രി സൂചിപ്പിച്ചിരുന്നു, മണിക്കൂറുകളോളം നീണ്ട പരിശീലനമാണ് അവർ കൈക്കൊണ്ടിരുന്നത്. മിക്കവാറും ഇപ്പോൾ യേശുദാസ് ആണെങ്കിലും ലതാ മങ്കേഷ്കർ ആണെങ്കിലും ഒക്കെ തന്നെ ഏറെ വൈകും വരെ ഒരു ദിവസം 8 മണിക്കൂർ 9 മണിക്കൂറും അവർക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഇല്ലാത്ത അല്ലെങ്കിൽ റെക്കോർഡിങ്സ് ഇല്ലാത്ത ദിവസങ്ങൾ, അത് അപൂർവമാണെങ്കിൽ പോലും അത്തരം ദിവസങ്ങളിൽ അവരുടെ പരിശീലനം നീണ്ടു പോകും. വീട്ടിൽ ശ്രുതി ഇല്ലാത്ത ഒരു സമയമുണ്ടാകില്ല. ഗസൽ പോലെ വളരെ വെർസറ്റൈലായിട്ട്, അതായത് ആലപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏറ്റവും മനോഹരമായ ഗസലുകൾ പാടി വെച്ചിട്ടുള്ള ഒരു ഗായികയാണ് ആശാ ഭോസ്ലെ എന്ന് പറയാം. അതുപോലെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ലക്ഷ്മികാന്ത് പ്യാരേലാൽ, അതുപോലെ ആർ ഡി ബർമൻ, ഇതുപോലെ മറ്റ് പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം തന്നെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം മികച്ച ഗാനങ്ങളായി പുറത്തു വരികയും ചെയ്തു. ഡിസ്കോ സ്റ്റൈലിലുള്ള പാട്ടുകളെല്ലാം തന്നെ വലിയ തോതിൽ ഹിറ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് പ്രായക്കാരും പാടി നടക്കുന്ന, ഓരോ പ്രായക്കാർക്കും പാടി നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള, ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകൾ എല്ലാം തന്നെ അവർക്ക് പാടാൻ സാധിച്ചു. ഗസൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും മികച്ച ഗസലുകൾ, അതുപോലെ ഈ അടിച്ചുകൊടുത്ത ഗാനങ്ങൾ വേണ്ടവർക്ക് അത്, അങ്ങനെ ഏത് പ്രായത്തിലുള്ള ഏത് ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇഷ്ടമാകുന്ന ഏറ്റവും മികച്ച ഗാനങ്ങൾ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ് ആശാ ഭോസ്ലെയുടെ പ്രത്യേകത. അത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ അവർക്ക് പാടാൻ സാധിച്ചു എന്നുള്ളതാണ്. മലയാളത്തെയും അവരുടെ സ്വരമാക്കിക്കൊണ്ട് അനുഗ്രഹീതമാകാൻ സാധിച്ചിട്ടുണ്ട്. രേണുക, തീർച്ചയായും ഇന്ത്യൻ സംഗീതത്തിലെ അതുല്യ പ്രതിഭയാണ് വിടവാങ്ങിയിരിക്കുന്നത്. ആശാ ഭോസ്ലെ അന്തരിച്ചിരിക്കുന്നു. 92-ാം വയസ്സിലാണ് അന്ത്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യം മോശമായതിനെ തുടർന്ന് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ ആശാ ഭോസ്ലെയെ പ്രവേശിപ്പിച്ചത്. അപ്പോൾ മുതൽ എല്ലാവിധത്തിലുമുള്ള ആരോഗ്യ പരിചരണം നൽകി വരികയായിരുന്നു. പക്ഷേ അല്പം മുൻപാണ് അവരുടെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. ചലച്ചിത്ര പിന്നണി ഗായിക ലതാ മങ്കേഷ്കറുടെ ഇളയ സഹോദരിയാണ് ആശാ ഭോസ്ലെ. 10-ാം വയസ്സിലാണ് പിന്നണി ഗാന രംഗത്തേക്ക് ആശാ ഭോസ്ലെ വരുന്നത്. അതിനുശേഷം പതിറ്റാണ്ടുകളുടെ കാലയളവാണ്. ഏറ്റവും കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച ഗായിക കൂടിയാണ് ആശാ ഭോസ്ലെ. ഏതാണ്ട് 11,000-ത്തിലധികം ഗാനങ്ങളാണ് അവരുടെ ശബ്ദത്തിൽ ഉള്ളത്. അങ്ങനെയാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ആശാ ഭോസ്ലെ ഇടം പിടിക്കുന്നത്. ഏതാണ്ട് 20 ഭാഷകളിലായി ആണ് ഈ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. അങ്ങനെ നേട്ടങ്ങൾ ഒരുപാട് സ്വന്തം പേരിൽ എഴുതി ചേർത്തുകൊണ്ടാണ് ആശാ ഭോസ്ലെ 92-ാം വയസ്സിൽ വിടവാങ്ങുന്നത്. വിവിധ ഭാഷകളിലായി പല ജോണറുകളിലുള്ള ചിത്രങ്ങൾ അനായാസേന പാടാനുള്ള അവരുടെ കഴിവാണ് ഏറ്റവും വലിയ ഇൻസ്പിറേഷനായി സംഗീത ലോകത്തെ ആളുകൾ കരുതുന്നത്. അങ്ങനെയാണ് വലിയ പ്രചോദനം സംഗീത ലോകത്തിന് നൽകാൻ ആശാ ഭോസ്ലെക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ വാർത്തയിലേക്കും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. ഇപ്പോൾ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി നിതിൻ്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മറ്റും കുടുംബം ആരോപിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ നിതിൻ്റെ വീട്ടിൽ കണ്ടുകൊണ്ടിരുന്നത്. മറ്റൊരു സിദ്ധാർത്ഥിൻ്റെ മരണം പോലെ തന്നെ മറ്റൊരു ദുരന്തം കൂടി സംഭവിച്ചിരിക്കുന്നു. വളരെ വികാരവായ്പിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. ഒപ്പം നിതിൻ്റെ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ അപമാനിക്കപ്പെടുന്നുണ്ട്, അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട്, ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ നിതിൻ സ്വന്തം ശബ്ദത്തിൽ പറയുന്നതിൻ്റെ തെളിവുകൾ കൂടി പുറത്തു വന്ന സാഹചര്യമുണ്ട്. സസ്പെൻഷനിൽ മാത്രം നടപടികൾ ഒതുക്കാൻ പാടില്ല എന്നതാണ് കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും നിതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, കണ്ണീരണിയാതെ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു ആ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചടങ്ങുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം സംസ്കാരം നടക്കും എന്ന് മനസ്സിലാക്കുന്നു.
എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന വിവരങ്ങൾ? രേണുക 1 മണിയോടുകൂടിയാണ് മൃതദേഹം എടുക്കുമെന്ന് അറിയിച്ചിരുന്നത്. അത്തരത്തിൽ തന്നെ 1 മണിയോടുകൂടി തന്നെ അവിടെ നിന്നും പ്രാർത്ഥനകളും മറ്റും പൂർത്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറക്കുകയായിരുന്നു. ഇവരുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള, അതായത് വീടിനോട് ചേർന്നിട്ടുള്ള കുറച്ച് മാറിയുള്ള ഒരു 5 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളും മറ്റും പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ നേതാവും മറ്റും ഇവിടേക്ക് എത്തിയിരുന്നു. അവരുടെ സന്ദർശനത്തിന് ശേഷമാണ് ഈ ചടങ്ങിലേക്ക് മറ്റും കുടുംബം കടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, കുടുംബത്തിൻ്റെ ആരോപണം നമുക്ക് നേരത്തെ വ്യക്തമായിരുന്നു. ഈ ഒരു ജാതീയമായ അധിക്ഷേപവും ഒപ്പം നിറത്തിൻ്റെ പേരുള്ള അധിക്ഷേപവും അടക്കം നേരിടേണ്ടി വന്നിരുന്നു. ഇതിനെന്ന് നമുക്ക് നേരത്തെ കുടുംബം തന്നെ പ്രതികരിച്ചിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു മരണം കൂടി, അതായത് സിദ്ധാർത്ഥിൻ്റെ അമ്മ അടക്കം അവിടേക്ക് എത്തുന്നു. അത്തരത്തിൽ, അതായത് സിദ്ധാർത്ഥിൻ്റെ ഇത് റാഗിങ് ആണെങ്കിൽ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊലപാതകം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അധിക്ഷേപം അവിടെ നേരിട്ടു. പക്ഷേ അപ്പോഴും നിതിൻ പല രീതിയിൽ പിടിച്ചു നിൽക്കാൻ നോക്കി, പല രീതിയിൽ പ്രതികരിക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട് മാറി നിൽക്കാനുള്ളൊരു ശ്രമം നിതിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ശബ്ദ സന്ദേശത്തിലടക്കം വ്യക്തമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് ഒരു കൈവിട്ട നിമിഷത്തെ തോന്നലിൽ ഇപ്പോൾ നിതിൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയത്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ ഇവിടെ വീട്ടിലേക്ക് എത്തേണ്ടതായിരുന്നു. സഹോദരിയുടെ മകൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ വീഡിയോ കോളിലൂടെ അവൻ പങ്കെടുത്തിരുന്നു. ആ സമയത്തെല്ലാം നിതിൻ വളരെ സന്തോഷവാനായിരുന്നു എന്ന് കുടുംബം നമ്മോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിനുശേഷവും, അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം അടക്കം വിളിച്ചിരുന്നു. മരണത്തിന് തൊട്ട് മുൻപടക്കം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്തൊന്നും യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെ സ്വാഭാവികമായി തന്നെയായിരുന്നു നിതിൻ സംസാരിച്ചതെന്നാണ് സഹോദരി അടക്കം നമ്മോട് പ്രതികരിച്ചത്. ആ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായ എന്തോ ഒരു സംഭവമായിരിക്കണം ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ത് തന്നെയായാലും ഏക മകനാണ്, 2 സഹോദരിമാരുടെ ഏക അനുജനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ആ കുടുംബത്തെ സംബന്ധിച്ച് നികത്താൻ പറ്റാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ആരോപണങ്ങൾ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ക്ലാസ്സിൽ അങ്ങേയറ്റം അപമാനിക്കപ്പെട്ടു നിതിൻ എന്നതാണ് കുടുംബം ചൂണ്ടിക്കാട്ടുന്നത്. അമ്മയെ വരെ വളരെ മോശം രീതിയിൽ അപമാനിക്കുന്ന സാഹചര്യങ്ങൾ ഇതിന് നേരിടേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തു വന്നിട്ടുള്ളത്. കെട്ടിടത്തിൽ നിന്ന് വീണാണ് ഇതിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്നു നിതിൻ. അവിടെ ഇതിന് അധ്യാപകരിൽ നിന്നുൾപ്പെടെ നേരിടേണ്ടി വന്ന വലിയ ദുരിതത്തിൻ്റെ വേദനയുടെ ശബ്ദരേഖകൾ ഉൾപ്പെടെ പുറത്തു വരികയാണ്. കുടുംബം ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ 2 അധ്യാപകർ സസ്പെൻഷനിലായിട്ടുണ്ട്. ആ സസ്പെൻഷനിൽ നടപടികൾ ഒതുക്കരുത് എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം ഉണ്ടായിരിക്കുകയാണ്. അത് ഉൾക്കൊള്ളാൻ ആ കുടുംബത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്ത് കാണുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നിതിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഈ ദുഃഖവാർത്ത താങ്ങാനാകാതെ അലറിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ കുടുംബത്തിന് ഇതുവരെ ഇതിൻ്റെ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല. ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു നിതിൻ. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ആ കുടുംബം വിശ്വസിച്ചിരുന്നു. എല്ലാ കാര്യങ്ങളും കുടുംബവുമായി ആശയവിനിമയം നടത്തിയിരുന്നു നിതിൻ. പക്ഷേ എന്ത് സംഭവിച്ചു എന്നത് ഇപ്പോഴും ആ കുടുംബത്തിന് വ്യക്തതയില്ല. വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷം ഈ ആത്മഹത്യയിലേക്ക് പോകേണ്ടുന്ന എന്ത് സംഭവിച്ചു എന്നതാണ് കുടുംബം ചോദിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നിതിൻ്റെ സഹോദരിയെയാണ്. വല്ലാത്ത ആഘാതമാണ് നിതിൻ്റെ മരണം ആ കുടുംബത്തിന് സൃഷ്ടിച്ചിരിക്കുന്നത്. സഹോദരിയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക്. പിന്നെ പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. HOD ഇങ്ങനെ സംസാരിച്ചല്ലോ. അതായത് പട്ടിയെ പോലെയാണ്, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ. അയാൾ കൊന്നിട്ടേ പോവുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. മുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്,
നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. എന്നിട്ടും നമുക്ക് നേരിട്ട് അവനെ പരിചയപ്പെടുന്നതിന് മുന്നേ തന്നെ എല്ലാ ടീച്ചേഴ്സിനും അറിയാവുന്ന കുട്ടിയാണ്. കാരണം ഓൺലൈനിലെ ക്ലാസ്സിൽ സംശയമെല്ലാം ചോദിച്ച് പഠിക്കാൻ വളരെ താല്പര്യം കാണിക്കുന്ന കുട്ടിയായിരുന്നു. പഠിക്കണമെന്ന് നല്ല താല്പര്യമായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് അന്നെല്ലാം ഡയറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അവനെ എൻട്രൻസിൽ പോകണം, എൻട്രൻസിന് ചേർന്ന് ഒരു ഡോക്ടർ ആവണമെന്നൊക്കെ ഉള്ള ആഗ്രഹം തന്നെയാണ് അപ്പോഴും പറഞ്ഞിരുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് ഇതിന്റെ അധ്യാപികയുടേതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മുൻ അധ്യാപികയുടെ പ്രതികരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് പഠിക്കാൻ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്നാണ് സൂചിപ്പിച്ചത്. കോവിഡ് കാലത്തെ പഠനത്തിനുള്ള താല്പര്യം ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിന് അവസാനമായി യാത്രയയപ്പ് നൽകുകയാണ്. ചടങ്ങുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിക്കും നേരിടേണ്ടി വരാത്തത്ര അവഗണനയും ക്രൂരതയും വിവേചനവും ഒക്കെ സഹിച്ചുകൊണ്ടാണ് ഇതിന് യാത്രയാകുന്നത്. ഇങ്ങനെയും അധ്യാപകരുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ വിശ്വസിക്കാനാകാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ ആ കുട്ടി നേരിടേണ്ടി വന്ന വലിയ അധിക്ഷേപങ്ങൾ അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നത് ഓരോരുത്തരെയും ലജ്ജിപ്പിക്കേണ്ടുന്നതാണ്. നമ്മുടെ സംവിധാനങ്ങൾ കൊലയ്ക്ക് കൊടുത്ത വ്യക്തി എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. 2 അധ്യാപകരുടെ ഡോക്ടർ കെ റാമിൻ്റെയും ഡോക്ടർ സംഗീത എന്നിവരുടെ സസ്പെൻഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒതുക്കരുത് എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ച് പകരം വെക്കാൻ കഴിയാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരാളവിടെ തൂക്കി ഇറക്കി അങ്ങോട്ടും കൈ ചുറ്റി പിടിച്ച ചക്കല ചുറ്റിയാണ് ചകല പോട്ടെ ഇങ്ങോട്ടോ പിടി
വേറെ ആരെങ്കിലും മണ്ണിടുന്നവരുണ്ടെങ്കിൽ ഇനി ആരും മണ്ണിടുന്നവരുണ്ടോ? ക്യാമറ അടക്കം നിങ്ങൾ മാറും. ഈ സൈഡ് മണ്ണില്ല. അതെ തന്നെ, ഈ ഇവിടുന്ന് എടുക്കാതെ ഉള്ളൂ. വീഡിയോക്കാരവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ സൈഡ് മണ്ണെടുക്കാം. ഇവിടെ മണ്ണില്ല. ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇപ്പോൾ വാടക വീട്ടിലാണ് കഴിഞ്ഞ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച കണ്ണൂർ ഡെന്റൽ കോളേജ് 1ാം വർഷ BDS വിദ്യാർത്ഥിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുകയാണ്. ആര്യനാട് വീടിന് സമീപം തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടന്നിരിക്കുന്നത്. കുടുംബത്തിന് തീരാ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ആ നാട് ഒന്നാകെ തേങ്ങുകയാണ്. ഒരു വിദ്യാർത്ഥിക്കും നേരിടാൻ കഴിയാത്ത അല്ലെങ്കിൽ നേരിട്ടുകൂടാത്ത തരത്തിലുള്ള അങ്ങേയറ്റം വിവേചനപരമായ സമീപനമാണ് അധ്യാപകരിൽ നിന്ന് നിതിന് നേരിടേണ്ടി വന്നത്. വലിയ അധിക്ഷേപം നേരിടേണ്ടി വന്നു. സ്വന്തം അമ്മയെപ്പോലും മോശം പറയുന്നത് കേൾക്കേണ്ടി വന്നു. ജാതിയുടെയും ഒപ്പം നിറത്തിൻ്റെയും പേരിൽ വലിയ വിവേചനം ഇതിന് നേരിടേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ഇതിൻ്റെ ശബ്ദരേഖ തന്നെ തെളിവായി പുറത്തു വരുന്ന ഒരു മണിക്കൂറുകൾ കൂടിയാണ്. ആ കുടുംബത്തിന് ഇത് സംബന്ധിച്ചെല്ലാം അറിയാമായിരുന്നു. പക്ഷേ മകൻ അതൊക്കെ അതിജീവിച്ച് പഠനം പൂർത്തിയാക്കി വരും, കുടുംബത്തിന് താങ്ങാവുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു. അവർക്ക് തീർത്താൽ തീരാത്ത നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഇനി ഒരു മകനും ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ആ കുടുംബം പറയുന്നത്. സാരംഗ് സുധാകരൻ അവിടെ നിന്ന് ചേരുകയാണ്. സാരംഗ്, സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുകയാണ്. ആ കുടുംബത്തെ സംബന്ധിച്ച് തീർത്താൽ തീരാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ നാടൊന്നാകെ തേങ്ങുകയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം കൂടിയാണ്. എന്താണ് അവിടുത്തെ ഒരു പൊതുവികാരം? എന്താണ് കുടുംബം ആവശ്യപ്പെടുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, തീർച്ചയായും. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നിതിനെ ഇവിടെ നിന്ന് മഞ്ചരക്കണ്ടിയിലേക്ക് അയച്ചത്. മാത്രമല്ല ഉയർന്ന ഫീസും മറ്റും നൽകാനായി കുടുംബം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അങ്ങനെ അവിടേക്ക് എത്തിയ മകന് ഇങ്ങനെയൊരു ദാരുണമായ ഒരു അന്ത്യം കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കടക്കം, അത് പൊതുവെ ഈ നാട്ടിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടത് സംസ്കാര ചടങ്ങുകളാണ്. കഴിഞ്ഞ ദിവസമടക്കം ഇവിടേക്ക് എത്തേണ്ട അവധിക്ക്, വിഷുവിൻ്റെ അവധിക്ക് ഇവിടേക്ക് എത്തേണ്ട മകൻ്റെ വിയോഗം താങ്ങാനാവാതെ ഇപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുതന്നെയായാലും കൂടുതൽ നിയമ നടപടിയായി മുന്നോട്ട് പോവുക എന്നതാണ് കുടുംബത്തിൻ്റെ നീക്കം. പക്ഷേ നഷ്ടപ്പെട്ടത് തിരിച്ച് ലഭിക്കുക എന്നത് അത്ര അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയൊരു വിദ്യാർത്ഥിക്ക് പോലും ഇങ്ങനൊരു സംഭവം കേരളത്തിൽ എവിടെയും നടക്കാതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ അമ്മയടക്കം അവിടെ എത്തിയത്. സിദ്ധാർത്ഥിന് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു റാഗിങ് ഏരിയയാണ് സിദ്ധാർത്ഥിനും മരണപ്പെടുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ നിതിൻ, അത് സീനിയേഴ്സിൻ്റെ റാഗിങ് ആണെങ്കിൽ ഇത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും റാഗിങ് ആണ്. അത് കേരളത്തിലധികം കേട്ട് കേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വകുപ്പ് തല നടപടികൾക്കും കൂടുതൽ കർശനമായ നടപടിക്കടക്കം സാധ്യതയുണ്ട്. രേണുക, തീർച്ചയായും ബന്ധുക്കളുടെ പരാതിയിൽ നേരത്തെ അധ്യാപകരായ ഓറൽ പാതോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ റാം, ഡോക്ടർ സംഗീത എന്നിവരെയാണ് കോളേജ് അധികൃതർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സസ്പെൻഷനിൽ ഒതുക്കരുത് നടപടികൾ എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അവർക്കെതിരെ നിതിൻ്റെ തന്നെ മൊഴി എന്ന് പറയാവുന്ന ശബ്ദരേഖകളിൽ പറയുന്നത് അനുഭവിക്കേണ്ടി വന്ന വളരെ ക്രൂരമായ വിവേചനവും അധിക്ഷേപവും എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ വേണം എന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിതിൻ്റെ മരണം സംഭവിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ചർച്ചയാകുന്നതാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിനിടെ മരിച്ച സിദ്ധാർത്ഥിൻ്റെ മരണം. അത് വീണ്ടും ചർച്ചയാവുകയാണ്. സിദ്ധാർത്ഥിൻ്റെ അമ്മ നിതിൻ്റെ വീട്ടിൽ ഇന്നെത്തി. തങ്ങൾക്ക് നഷ്ടം സംഭവിച്ചപ്പോൾ ഇനി മറ്റാർക്കും ഇത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നതാണ്
സിദ്ധാർത്ഥിന്റെ അമ്മ പറഞ്ഞത്. ആ അമ്മയുടെ പ്രതികരണം കൂടി കേൾക്കാം. നമ്മുടെ ശിക്ഷ ഇത്രയും കുറയത്തോളും കുറയുന്ന കാലത്തും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ പൂക്കോട്ടിലുള്ള DNA അസിസ്റ്റന്റ് വന്നത് തിരികെ എടുത്തില്ലേ, അതുപോലെ ഇതൊരു പുകമറയാ ഈ ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത്. അന്ന് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ നടപടികളൊക്കെ എടുത്തിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് കുറെയെങ്കിലും ഒക്കെ ഒഴിവാക്കിക്കൂടെയായിരുന്നു. ഒരു പേടിയില്ലല്ലോ, അവർക്ക് തിരികെ കയറാം. ഇതേ സാലറി കട്ടാവില്ല, കുട്ടികൾക്ക് തിരികെ പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടപെടൽ കൊണ്ട് മാത്രം, പിന്നെ ഗവർണർ അദ്ദേഹം ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആ കുട്ടികൾ പുറത്ത് നിൽക്കുന്നത്. ഞങ്ങളന്ന് കോളേജിൽ പോയ സമയത്ത്, പൂക്കോട് പോയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊരു സ്വാഭാവിക മരണം എന്നാണ് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോന്നും അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു മാസത്തോളം രാവിലെ എണീക്കുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം അവിടെ നടന്നതാണ്. അവൻ ഉപയോഗിച്ച കണ്ണട പോലും, പേഴ്സ്, കണ്ണട, ബെൽറ്റ്, ഇതൊന്നും ഞങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. അതെവിടെയെന്ന് പറയാൻ പോലും ഒരു അധികാരികൾക്കും ഇപ്പോഴും മറുപടി ഇല്ലാത്ത വലിയ വേദനയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മ. സിദ്ധാർത്ഥിൻ്റെ മരണമൊപ്പം അത് മറ്റൊരു കുടുംബത്തിൽ കൂടി ആവർത്തിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യവുമൊക്കെ അവർ പറയുന്നുണ്ട്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അവിടെ നിന്ന് കണ്ടത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് KC വേണുഗോപാൽ MPയും BJP നേതാവ് V മുരളീധരനും ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടിയെടുത്തിരുന്നെങ്കിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. നമുക്കിത് കേരളത്തിലാണ് ഇത് നടക്കുന്നതെന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സിദ്ധാർത്ഥന്റെ വിഷയമുണ്ടായി, അതിനെ തുടർന്ന് ഇതിപ്പോൾ അധ്യാപകർ തന്നെ ഒരു ജാതീയമായ അധിക്ഷേപം നടത്തുകയും ഏറ്റവും മോശമായ വാക്ക് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു. ആ അപമാന ഭാരത്താലാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൻ്റെ എല്ലാ സ്വപ്നവും പ്രതീക്ഷയും വീട് പോലും സ്വന്തമായിട്ടില്ലാതെ എല്ലാം കുടുംബത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മകനെ പഠിപ്പിച്ചുകൊണ്ടിരുമ്പോൾ ആ മകൻ്റെ ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു കുടുംബത്തിൻ്റെ ഗതികേടെന്താ? നമ്മളെല്ലാം അപമാന ഭാരത്താൽ തലകുനിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സമർത്ഥനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയ സ്ഥലത്ത് സ്വയം ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം കേരളത്തിന് മുഴുവൻ അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ മേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 2 വർഷം മുമ്പാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശമായിട്ടുള്ള നെടുമങ്ങാട് സിദ്ധാർത്ഥൻ വെറ്റിനറി കോളേജിൽ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നിതിൻ രാജിൻ്റെ ഈ സംഭവവും BDSന് ആദ്യ വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള കുട്ടി ജാതിയുടെയും നിറത്തിൻ്റെയൊക്കെ പേരിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ അധ്യാപകരിൽ നിന്നടക്കം അധിക്ഷേപം നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ ഒരു കേരളം പുലർത്തുന്ന നിലവാരം, ആ നിലവാരം എന്നുള്ളതിന് വലിയ കളങ്കമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ ഉണ്ടാകുന്നത്. നിതിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സഹോദരി ഭർത്താവ് ആരോപിക്കുന്നു. സീനിയേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായ റാഗിംഗ് അല്ല, അധ്യാപകരും ജീവനക്കാരും നടത്തിയ മാനസിക പീഡനമാണ് മരണകാരണമെന്നും കുടുംബം പറയുന്നു. സസ്പെൻഷൻ ഒരു അലങ്കാരം മാത്രമാണെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട നിതിൻ്റെ സഹോദരി ഭർത്താവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയം, ഇങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഇതിന് മുൻപ് അറിയിച്ചിരുന്നു അവിടെ കോളേജിൽ? ഇല്ല, കോളേജ് സംബന്ധമായിട്ട് ഇങ്ങനെ ഈ റാഗിങ് വിഷയങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഈ കോളേജിൽ അഡ്മിഷൻ എടുത്ത സമയത്ത് ആദ്യത്തെ 1-2 മാസം സീനിയേഴ്സിൻ്റെ കുറച്ച് അത് ഞാൻ നോർമലായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം സാധാരണ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകാറുള്ള റാഗിങ് പോലെ ഞാൻ അവനോട് അത്
പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാര്യമാക്കണ്ട, പഠിക്കാൻ നോക്ക്, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം അവൻ പഠിത്ത കാര്യങ്ങളായിട്ടൊക്കെ മുമ്പോട്ട് പോകുമായിരുന്നു. ഈവൻ ഫ്രഷേഴ്സ് ഡേയിൽ അന്ന് പോലും ഈ പറഞ്ഞ സീനിയേഴ്സായിട്ടൊക്കെ പിന്നീട് അവൻ നല്ല ഇതിൽ ഹാപ്പി ആയിരുന്നു. അങ്ങോട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു ഇഷ്യൂ ആണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള എന്തോ റാഗിങ് ആവാനാണ് സാധ്യത. കാരണം ഇപ്പോൾ 3-4 പേരുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത് മൊത്തം സ്റ്റാഫിൻ്റെ അവിടുത്തെ പ്രൊഫസർമാരാണ്. പിന്നെ ഒരാൾ HOD, പ്രൊഫസർ വിത്ത് HOD ആണ്, റാമെന്ന് പറഞ്ഞ്. പിന്നെ ഒരു സംഗീത, അത് അവിടുത്തെ ഒരു പ്രൊഫസറാണ്. പിന്നെ ഒരു ഹോസ്റ്റൽ വാർഡൻ, അവൻ തങ്ങിയിരുന്ന ഹോസ്റ്റലിലെ വാർഡൻ. ഇത് പരാതി എന്തെങ്കിലും കൊടുത്തായിരുന്നു പ്രിൻസിപ്പാളിന്? നിതിൻ അവിടെ പരാതി കൊടുത്തതായിട്ട് ഓൾറെഡി നമുക്ക് ഫോണിൽ ഞാൻ നോക്കിയായിരുന്നു. അവൻ്റെ സഹോദരിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചാറ്റിൽ ഞാൻ കണ്ടു. ഇങ്ങനെ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു പരാതി അവൻ ബോധ്യപ്പെടുത്തിയിരുന്നു പ്രിൻസിപ്പലിന്, അതായത് ഇപ്പോഴത്തെ പുതിയ പ്രിൻസിപ്പലിന്. നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ നടപടി ഇന്നലെ പ്രിൻസിപ്പൽ എനിക്കൊന്ന് 1-2 ദിവസം പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു പരാതി അവിടെ ഒന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മേലെ ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേലെ ഒരു പരാതി ഒന്നും ആരും ഇതുവരെ കുട്ടികളോ സ്റ്റുഡൻസോ സ്റ്റാഫോ ഒന്നും കൊടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിതിൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഇല്ലെന്നല്ലേ പറയുന്നത്. കൂടുതൽ ഇനിയിപ്പോൾ ഇതിൽ വകുപ്പ് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് സസ്പെൻഷൻ ഒരു അലങ്കാരമാണ് അവർക്ക്. കാര്യം ഇതിന് മുമ്പ് 2 വർഷം മുമ്പ് ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയത് ഇപ്പോഴാണ്. കാര്യം അവൻ ആഗ്രഹിച്ച് ഡ്രീം ചെയ്തു പോയ ഒരു കോഴ്സാണത്. MBBS ആഗ്രഹിച്ചിട്ട് അതിൻ്റെ കുറച്ച് സീറ്റിൻ്റെ ഒരു കുറവ് കാരണം ഈ ഡെൻ്റലിലേക്ക് പോയതാണ്. എന്നിട്ട് ഞങ്ങളൊക്കെ അത് പറഞ്ഞ് പഠിക്കാൻ പോയ ഒരു കുട്ടിയാണ്. അവസാനം ഈ ഒരു അവസ്ഥയിലേക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത്രയും ദൂരം നമ്മൾ പറഞ്ഞു വിട്ടെന്നുള്ളതിലൊരു സങ്കടമുണ്ട് ഇപ്പം. കാരണം അങ്ങനത്തെ ഒരു ചെറിയൊരു കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് +2 കഴിഞ്ഞ് 4 വർഷം സ്വന്തമായിട്ട് അധ്വാനിച്ച് പഠിക്കാൻ പോയ പയ്യനാണ്. അപ്പോൾ അവന് ആ കോളേജിൽ നിന്ന് എന്തായാലും കുട്ടികളാണെന്ന് ഞാൻ സംശയിക്കുന്നില്ല, സ്റ്റാഫ് തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ. അത് നല്ല രീതിയിൽ മെൻ്റലായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇദ്ദേഹം തന്നെ ആണോ തള്ളിയിട്ടെന്നുള്ള ഒരു സംശയമേ ഉള്ളൂ. കാരണം പുള്ളിക്കാരൻ്റെ ഏജ് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മകൻ്റെ പ്രായം പോലും ആവാനുള്ള ഒരു ഏജ് ഇതിനില്ല. അല്ലെങ്കിൽ തന്നെ ഒരു 55-60 വയസ്സുള്ള ഒരാൾ അയാൾ കൊടുക്കേണ്ട കാര്യങ്ങളല്ല ചെയ്തേക്കുന്നത്. അതും ക്ലാസ് റൂമിൽ നടന്ന സംഭവങ്ങളാണ്. അത് അവിടുത്തെ കുട്ടികളോട് അന്വേഷിച്ചാൽ പോലും അറിയാൻ പറ്റും, ക്ലാസ്മേറ്റ്സിനോട്. പക്ഷെ ഒരു കുട്ടി പോലും ഇതിനെപ്പറ്റി സംസാരിക്കാനോ പ്രതികരിക്കാനോ ഇന്നേ അവരെ വന്നിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ പോലും ഞാൻ അവിടെ എല്ലാവരോടും ചോദിച്ചു, ആർക്കും ഒന്നും പറയാനും വയ്യ. അവരെല്ലാവർക്കും പേടിയാണ്, അവരെ കണ്ണിൽ മുഖത്തൊക്കെ കാണുമ്പോൾ അറിയാതെ. ഇതിന് ശേഷം പലരും വന്നു. എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, അവർക്ക് ഇനി അവിടെ പല വർഷങ്ങളും പഠിച്ചു പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരാരും മുന്നിട്ട് വരുന്നില്ല. ഇത് സത്യമായ കാര്യമാണ്, ഞാൻ തിരിച്ചറിഞ്ഞ കാര്യമാണ് അവിടെ. ഇത്തരത്തിലാണ് വലിയ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് നിതിൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ആവശ്യം. സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് സ്വീകരിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. എന്തായാലും വലിയ ദുഃഖത്തിലാണ് കുടുംബം. കൂടുതൽ അന്വേഷണം വേണം എന്നൊരാവശ്യം അവർ മുന്നോട്ട് വെക്കുന്നു. ഇത് സസ്പെൻഷനിൽ ഒതുങ്ങരുത് നടപടികൾ എന്നതാണ് കുടുംബം ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടു. ഇരു സംഘങ്ങളും പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയായതായും വിശദീകരണമുണ്ട്. The bad news is that we have not reached an agreement, and I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope that we will. അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചു. അതേസമയം ഇറാനും അമേരിക്കയും വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ അഭ്യർത്ഥിച്ചു. We hope that the two sides continue with the positive spirit to achieve durable peace and prosperity
for the entire region and beyond. It is imperative that the parties continue to uphold their commitment to ceasefire. Pakistan has been and will continue to play its role to facilitate engagement and dialogue between the Islamic Republic of Iran and the United States of America in the days to come. അജയ് സുധാ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, ലോകം ഉറ്റുനോക്കിയ സമാധാന നീക്കങ്ങളാണ് പാളിയിരിക്കുന്നത്. ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി ഒരു തുടർ ചർച്ചയ്ക്കുള്ള സാധ്യത പോലും ഇല്ലാതെയാണോ ഈ നേതാക്കളുടെ മടക്കം ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാണ് ഇസ്ലാമാബാദിലെ ചർച്ചകളെ നോക്കിക്കാണേണ്ടത്? രേണുക, നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പറയാനാകില്ല. ഇനിയും ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചാണ് JD വാൻസ് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിയത്. ഇസ്ലാമാബാദിൽ ഏതാണ്ട് 21 മണിക്കൂർ നീണ്ടുനിന്ന ഈ മാരത്തോൺ ചർച്ചകൾ ലോകം മുഴുവൻ വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. ആദ്യം ഈ ചർച്ചകൾ ശുഭകരമായിട്ടുള്ള ഒരു അവസാനം വരും എന്നുള്ള സൂചനകൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ഈ ചർച്ചയിലൂടെ ഒരു സമവായത്തിൽ എത്താനായില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കുകയായിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ US-ന്റെ ഭാഗത്ത് നിന്ന് ഇറാന് മുന്നിൽ കുറച്ച് റെഡ് ലൈൻസ് മുന്നോട്ട് വയ്ക്കുകയാണ് ഉണ്ടായത്. US-ന്റെ ഉപാധികൾ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ ഉപാധികൾ അത് ഇറാന് അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു കരാറിലെത്താനായില്ല എന്നാണ് JD വാൻസ് പറഞ്ഞത്. ഇത് US-നേക്കാൾ ഇറാന് നിരാശപ്പെടേണ്ട ഒരു ചുറ്റുപാടാണ്. അമേരിക്കയ്ക്ക് നിലവിൽ മുന്നോട്ട് വയ്ക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഒരു കരാറാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇറാൻ ഇത് അംഗീകരിക്കുമെന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും JD വാൻസ് പറഞ്ഞിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായ മറ്റൊരു കാര്യം, ഈ ആണവ കരാർ ഉൾപ്പെടെ ആണവോർജത്തിൻ്റെ ഉൽപ്പാദനം, അതുപോലെ തന്നെ ആണവ ആയുധത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായില്ല എന്നാണ് വിവരമുള്ളത്. അതുപോലെ ഇറാൻ്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി അദ്ദേഹം എക്സിൽ കുറിച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്, അമേരിക്ക ചില കാര്യങ്ങളിൽ ഇപ്പോഴും കടുംപിടുത്തം പിടിക്കുന്നു. അത്തരം കടുംപിടുത്തങ്ങൾ ഒഴിവാക്കണം. രണ്ടു കൂട്ടർക്കും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ബഹുമാനവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കരാറിൽ എത്തിച്ചേരാനാകൂ എന്നും ഇസ്മായിൽ ബഗേയി എക്സിൽ കുറിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം, രണ്ടു കൂട്ടരും അതായത് അമേരിക്കയും ഇറാനും ഈ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വെടിനിർത്തലിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നാണ് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയയും ഇപ്പോൾ ഈ ചർച്ചകളിൽ തീരുമാനമാകാത്തതിൽ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ട ചർച്ചകൾ എപ്പോഴാകും എന്നതിനെ സംബന്ധിച്ച് നിലവിൽ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം രാത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതും മേഖലയിലുള്ള സംഘർഷ സാധ്യതകൾക്ക് ഒരു ആക്കം കൂട്ടുന്നതാണ്. ശരി, എന്തായാലും ആശങ്കകൾ ഒഴിയുന്നില്ല. തുടർ ചർച്ചകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ആണ് ഇപ്പോഴുള്ളത്. അതിനുള്ള സാധ്യതകൾ തെളിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. ഭരണ പ്രതീക്ഷയിൽ മുന്നണികൾ. തുടർഭരണ സാധ്യതയും വോട്ടിംഗ് ട്രെൻഡും പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ്. മണ്ഡലം കമ്മിറ്റികളും ജില്ലാ ഘടകങ്ങളും നൽകിയ പ്രാഥമിക അവലോകന റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്യുന്നു. ഇത് വിശദമായി പരിശോധിച്ചാകും തുടർഭരണ സാധ്യത CPM വിലയിരുത്തുക. നേരിയ മാർജിനിലെങ്കിലും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് ഇന്നലെ ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. എറണാകുളത്ത് പോലീസിനെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ. സഹോദരങ്ങളായ ജിൻ റോയും പ്രിൻസുമാണ് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. നോർത്ത് പാലത്തിന് സമീപം സംശയാസ്പദമായി കണ്ടത് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കയ്യേറ്റം. പോലീസ് വാഹനത്തിന് നാശനഷ്ടമുണ്ടാക്കിയതിന് PDPP ആക്ടും ചുമത്തി. മണ്ണാർക്കാട് സ്വദേശിയായ ജിൻഡോയ്ക്കെതിരെ 6ഓളം കേസുകളുണ്ടെന്നും റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണെന്നും പോലീസ് പറഞ്ഞു.
എറണാകുളത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച സഹോദരങ്ങളാണ് പിടിയിലായത്. ജിൻഡോ, പ്രിൻസ് എന്നിവരെയാണ് എറണാകുളം നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംശയാസ്പദമായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് നിൽക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത സമയത്താണ് പ്രകോപിതരായ പ്രതികൾ പോലീസുകാരെ ആക്രമിക്കുകയും ഔദ്യോഗിക വാഹനത്തെ നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായത്. തുടർന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കിയ ശേഷം കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ. എന്തായാലും ജിൻഡോ, പ്രിൻസ് ഈ രണ്ടുപേരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. മണ്ണാർക്കാട് സ്വദേശികളാണ്. ജിൻഡോയ്ക്കെതിരെ 6 കേസുകളാണ് നിലവിലുള്ളതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും PDPP നിയമം അനുസരിച്ച്, അതായത് പൊതുമുതൽ നശിപ്പിക്കുന്ന വകുപ്പിൽപ്പെടുന്ന നിയമം അനുസരിച്ച് തന്നെയാണ് ഇരുവർക്കെതിരെയും കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എറണാകുളം നോർത്ത് പാലത്തിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പോലീസ് സംശയാസ്പദമായ രീതിയിൽ നിൽക്കുന്ന പ്രതികളെ കണ്ട് ചോദ്യം ചെയ്തതാണ് പ്രകോപനമുണ്ടാക്കിയത്. അതേ തുടർന്ന് പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ഔദ്യോഗിക വാഹനം നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു പ്രതികൾ. അജ്ഞാ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,080 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 11,580 രൂപ, പവന് 92,640 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോയ്ക്ക് 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.